ഞാനതാ പറമ്പത്തിനുള്ളത്. ഓരോരുത്തനും ഒരു ഇതില്ലാതെ എന്താ ചെയ്യാ? ഞാൻ പറയാം, ഇയാളെ വെറുതെ വെറുപ്പിക്കല്ലേ. പണ്ടൊക്കെ 6 മണിക്ക് 7 മണിക്ക് തേങ്ങ ഉടക്കാൻ വരുന്നല്ലേ? പണ്ട് ഞാനേ 6 മണിക്കും 7 മണിക്കും ഒക്കെ വന്നിണ്ടാവും. ഇപ്പൊ ഞാൻ എണീക്കാൻ തന്നെ 9 മണിയാവും. എടാ, ഇത് ദാമോദര മുതലാളിയാ. ഇതിലും വലിയ മുതലാളിമാരെയൊക്കെ ഞങ്ങള് കണ്ടതാ. ആ പോയി നോക്കടാ, തെങ്ങൊക്കെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കുക. സുധി, ലീഫ് കട്ടിംഗ് ഇല്ലേ? എല്ലാത്തിനും ലീഫ് കട്ടിംഗ് ഇല്ലേ? ഓക്കെ. നിങ്ങൾ ഈ ടേബക്കയില് സിനിമ കാണാൻ വന്ന ഇവിടെ? ആ ബാക്കിലില്ലേ, ബാക്കിലത്തെ ഒക്കെ ഒന്ന് എണ്ണി കറക്റ്റ് ആക്കിട്ടോ. ഹൈറ്റും നോക്കണേ, ഹൈറ്റ് തൈത്തെങ്ങും നോക്കണം കേട്ടോ. CT1 CT2 പിന്നെ കരിക്ക് വേണോന്നൊന്ന് ചോദിക്കണം കേട്ടോ. കരിക്ക് വേണോ? നമുക്ക് ഇളന്നി എന്തെങ്കിലും വേണ്ടി വരുമോ? ഇളനിയൊക്കെ തേങ്ങേന്റെ കൂടെ ഇടുന്നല്ലേ? നിങ്ങളല്ല സർവേക്ക് വന്ന നിങ്ങള്? മിസ്റ്റർ, ഇളന്നി കട്ടിങ്ങിന് വേറെ ചാർജ് വരും. കുട്ടികളൊന്നും അങ്ങോട്ട് പറഞ്ഞയക്കണ്ടെന്ന് ശ്രദ്ധിക്കിങ്ങളെ. നിങ്ങൾ ശ്രദ്ധിച്ചാ പോരെ. എനിക്ക് ഡേറ്റ് ഇല്ല, ഞാൻ അങ്ങോട്ടൊരു ഡേറ്റ് പറയാം. ഞങ്ങളെ വിളിച്ചിട്ട് അങ്ങോട്ട് പറയാം. വല്ലാതെ ബുദ്ധിമുട്ടാണ് ആ തെങ്ങാണ്ട് മുറിച്ചാളിങ്ങളെ. ടോട്ടൽ ലീഫ് കട്ടിംഗ് ഇല്ലേ എല്ലാത്തിനും? ലീഫ് കട്ടിങ്ങോ? ബോസ്, ബാക്ക് 4 തെങ്ങുണ്ട്, അതും കൂടെ അതിൽ ഏഡ് ചെയ്യണം. ഓക്കെ, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബോസിന് എടുത്തേക്കോ. ബോസ്, ആ ടോട്ടൽ കൗണ്ട് ചെയ്ത് ഇല്ല, കഴിഞ്ഞോ? 45 മൊത്തം ഉണ്ട്. പിന്നെ ബാക്കിൽ എത്ര? 5. ഒന്നും വിട്ടുപോയില്ലല്ലോ. ടോട്ടൽ 50. തല ഇല്ലാത്ത ഒന്നും എടുത്തില്ലല്ലോ. നോ ടോട്ടൽ 50. 34 എല്ലസ്റ്റമാരെ, നിങ്ങൾ ഇന്നപ്പോ തേങ്ങ വലിക്കില്ല? 50 തെങ്ങുണ്ട്. അതിന്റെ കൊട്ടേഷൻ ഞങ്ങൾ വാട്സപ്പിൽ അയക്കാം. ടോക്കൺ കേട്ടോ. തെങ്ങുമ്മ ടോക്കണോ? സമയം എടുക്കും, തിരക്കാക്കരുതേ. ഓന്റെ ഒരു കൊട്ടേഷനും ടോക്കണും കൊറേ വാലാത്തമാരും. ഇതിനും വലിയ കാരക്ക മരത്തിന് മുകളിൽ കയറിയ ആളാണ് ഞാൻ. അതും ഗൾഫിൽ. പിന്നല്ലേ ഇവിടെ